നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. പൂരാടം നാളുകാർക്ക് പൂർണ്ണമായിട്ട് അനുകൂല സമയമല്ല. 3-ൽ രാഹു നിൽക്കുന്നത് അനുകൂലമാണ്, എന്നാൽ വ്യാഴം 8-ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. ജോലിക്കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് തുടരുക. ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം, അത് നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാം. ക്ഷമയോടെ പരിശ്രമം തുടരുന്നതാണ് നല്ലത്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് നടന്നെന്ന് വരികയില്ല, കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകും. ധൃതിയിൽ എന്തെങ്കിലും ചെയ്യരുത്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നഷ്ടങ്ങളും സാമ്പത്തിക പരാജയങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മ മേഖലയെപ്പറ്റി പഠിച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ നിങ്ങളുടെ മേഖലയെ വേണ്ട രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതും വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അശ്രദ്ധയും ആലോചനക്കുറവും ഉണ്ടാകരുത്. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലും നല്ല ജാഗ്രത വേണം. അസ്വസ്ഥതകളും വിഷമങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധയോടെ പരിശ്രമിച്ച് ഉദ്ദേശിക്കുന്ന വിജയം നേടേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം ഉപരിപഠനത്തെയും ബാധിച്ചേക്കാം. പരീക്ഷകളും ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. മത്സര പരീക്ഷകൾക്ക് ഇറങ്ങുന്നവർക്കും സൂക്ഷ്മത വേണം. ഇതൊക്കെ വളരെ പ്രധാന സന്ദർഭങ്ങളാണ്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് കാലതാമസമുണ്ടാകാം, തടസ്സങ്ങളും വരാം. വളരെ മുന്നേറിയ ഒരു വിവാഹ ആലോചന പിന്നീട് മന്ദഗതിയിലാവുകയും ചെയ്യാം. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തണം. കച്ചവട മേഖലയെപ്പറ്റി നന്നായി പഠിച്ചു ചെയ്യണം. പുതിയ മേഖലകളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഏത് സബ്ജക്റ്റാണ് വിദേശ പഠനത്തിന് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാവി മുഴുവൻ അതിലാണ് ഇരിക്കുന്നത്. ആ സബ്ജക്റ്റ് വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് ആലോചിക്കുക. പണമിടപാടുകൾ, അത് നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയായാലും, വസ്തു വാങ്ങാനായാലും, വാഹനം വാങ്ങാനായാലും, ഷെയർ മാർക്കറ്റിലായാലും ഒക്കെ പണം പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കടകളും ഷോപ്പുകളും നടത്തുന്ന കച്ചവടക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വ്യക്തിപരമായി കടങ്ങൾ വാങ്ങാതിരിക്കാനും നിങ്ങൾ ആലോചിക്കണം. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക. എല്ലായ്പ്പോഴും സൂക്ഷ്മത ഉണ്ടായിരുന്നാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ അത് നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രദ്ധിക്കുക. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും വർദ്ധിക്കുന്ന സാഹചര്യം പ്രത്യേകം ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാവിലും ക്ഷേത്രത്തിലുമൊക്കെ ശ്രദ്ധാപൂർവം വഴിപാടുകളും ആരാധനകളും ചെയ്യുക. സമഗ്രമായുള്ള രാശിചിന്ത ചെയ്ത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും.